തിരുവനന്തപുരം കോർപ്പറേഷനിൽ ബിജെപി ഭരണം പിടിച്ചതിന് പിന്നാലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തിരുവനന്തപുരത്തേക്ക് വൈകാതെ തിരുവനന്തപുരത്തെത്തും. രാജീവ് ചന്ദ്രശേഖരനെ നരേന്ദ്രമോദി ഫോണിൽ വിളിച്ച് അഭിനന്ദിച്ചു. ആദിൽ പാലോട് നമുക്കൊപ്പം. ആദിൽ പാലോട്, ഡിസംബറാണോ ജനുവരിയാണോ എന്നത് മാത്രമല്ലേ ഇനി നിശ്ചയിക്കാനുള്ളൂ? മോദി തിരുവനന്തപുരത്ത് എത്തുമെന്ന കാര്യം രാജീവ് ചന്ദ്രശേഖരനെ ഫോണിൽ വിളിച്ച് അഭിനന്ദനം അറിയിച്ചപ്പോഴും വാക്കായി നൽകി എന്നാണ് ബി.ജെ.പി. കേന്ദ്രങ്ങൾ വ്യക്തമാക്കുന്നത്. വളരെ പ്രധാനപ്പെട്ട കാര്യം, ഈ വിജയത്തെ ബി.ജെ.പി. വലിയൊരു വിജയമായി തന്നെ കാണുന്നു, ഒരു രാഷ്ട്രീയ മാറ്റത്തിന്റെ സൂചനയായി കാണുന്നു. കഴിഞ്ഞ ദിവസം ജയത്തിന് പിന്നാലെ പ്രധാനമന്ത്രി 3 എക്സ്കുറിപ്പുകൾ പങ്കുവച്ചിരുന്നു. കേന്ദ്രമന്ത്രിമാരെല്ലാം മലയാളത്തിലും ഇംഗ്ലീഷിലുമായി വികസിത കേരളത്തിനായി പ്രവർത്തനങ്ങൾ തുടങ്ങണം എന്ന ആഹ്വാനം നടത്തി കഴിഞ്ഞിരിക്കുന്നു. പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തോടുകൂടി 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഒരു നാന്ദി പ്രചരണത്തിന്റെ ഒരു തുടക്കമായി ആ പരിപാടിയെ മാറ്റാനാണ് ആലോചിക്കുന്നത്. പ്രധാനമന്ത്രി രാജീവ് ചന്ദ്രശേഖരനെ വിളിച്ച് അഭിനന്ദനം അറിയിച്ചിരിക്കുന്നു. തിരുവനന്തപുരത്തേക്ക് കേരളത്തിലെ സന്ദർശനത്തിനായി ഉടനെ എത്തുമെന്ന് ഉറപ്പുകൂടി നൽകിയിരിക്കുന്നതാണ് ലഭ്യമാകുന്ന വിവരം. സുജയ, താങ്ക് യു. ആദിൽ പാലോടാണ് വിവരങ്ങൾ നൽകിയത്.